ഏവർക്കും PSC ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2023 നടന്ന LDC പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2023 16ാമത് പുരുഷ ഏഷ്യൻ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 2021. വർണ്ണാന്ധത കണ്ടുപിടിച്ചതാര്? ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1950 ജനുവരി 25. 1950 ജനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി. ഏഴാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? ഉത്തരം സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. എട്ടാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വോട്ടർ? ഉത്തരം ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഒൻപതാമത്തെ ചോദ്യം, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മിസോസ്ഫിയർ. മിസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? ഉത്തരം കൈഗ. കൈഗ ആണവ നിലയം കർണാടക സംസ്ഥാനത്താണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ലാവ തണുത്തുറഞ്ഞുണ്ടാക്കുന്ന പീഠഭൂമി? ഉത്തരം ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടാക്കുന്ന പീഠഭൂമിയാണ്. 14ാമത്തെ ചോദ്യം, അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഉത്തരം കാറക്കോരം. കാറക്കോരം പർവ്വതനിരയിലാണ് മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാന നഗരം? ഉത്തരം മുംബൈ. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽസ് വർക്ക് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനി? ഉത്തരം മുംബൈ ഹൈ. മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോൾ ഖനി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബിശ്വാസ മേത്ത. ഡോക്ടർ ബിശ്വാസ മേത്തയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്? ഉത്തരം ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയദൈർഘ്യം? 52 സെക്കൻഡ്. ജനഗണമന ആലപിക്കാൻ വേണ്ടിയത് 52 സെക്കൻഡാണ്. 27ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം? 24. വന്ദേ മാതരം ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 31ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്?
ഉത്തരം അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോറാണ് സ്വദേശി ഭരണകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം അമേരിക്കയിൽ വെച്ചാണ് ഗദർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത്? മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉദയം കൊണ്ട സംഘടനകളാണ്. 35ാമത് ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഗുൽസരിലാൽ നന്ദയാണ് മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ. 36ാമത് ചോദ്യം, ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? ഉത്തരം കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം വി പി മേനോൻ്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 39ാമത് ചോദ്യം, 1984-64 കാലഘട്ടത്തിനിടയിൽ എത്ര IIT ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 5 IIT. 40ാമത്തെ ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? ഉത്തരം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ഇന്ത്യയിലെ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ചാന്നാർ ലഹള നടന്ന വർഷം? ഉത്തരം 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. 43ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കാണിത്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പൻ എന്നവരുടെ കീഴിലാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം ശ്രീ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? ഉത്തരം മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ഉത്തരം പയ്യന്നൂർ വെച്ചാണ് കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനർസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. 49ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ ഇടുക്കിയാണ്. പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഉത്തരം പി രാജീവ്. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവാണ്. 53ാമത്തെ ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഉത്തരം ഗോദവർമ്മരാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയിരിക്കുന്നത്. 54ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചിന്നാറാണ് പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. 55ാമത്തെ ചോദ്യം, അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഉത്തരം പുനം കൃഷിയാണ് അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന കൃഷിരീതി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഉത്തരം മീനച്ചിലാറാണ് ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്.
പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഉത്തരം ചക്ക. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗമാണ് ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. 59ാമത്തെ ചോദ്യം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം പറവൂർ. 60ാമത്തെ ചോദ്യം. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരം പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരം പാറ സ്ഥിതി ചെയ്യുന്നത്. 61ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് സീറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചെവി. ഓർഗൻ ഓഫ് കോട്ടി എന്നത് ചെവിയുമായി ബന്ധപ്പെട്ടതാണ്. ഉമിനീരിൻ്റെ pH മൂല്യം? ഉത്തരം ഓപ്ഷൻ ഡി